ഫ്രീ ആയിട്ട് EV ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് പരിചയപ്പെട്ടാലോ? ഹലോ എവരിവൺ, വെൽക്കം ടു EV ട്രിപ്സ് ആൻഡ് ടിപ്സ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കോട്ടയത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് കോട്ടയം പോയി വരാനായിട്ട് ഏകദേശം 150 കിലോമീറ്റർ മാത്രമാണുള്ളത്. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ വണ്ടിയുടെ റേഞ്ച് 200 കിട്ടുമെന്നുള്ളത് കൊണ്ട് വേണമെങ്കിൽ ചാർജ് ചെയ്യാതെ പോയിട്ട് വരാം. പക്ഷേ EVയുടെ റേഞ്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനായിട്ട് പറ്റത്തില്ല. കാര്യം നമ്മൾ ഇന്നാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം 150 കിലോമീറ്റർ പോലും നമുക്ക് റേഞ്ച് കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വണ്ടിയിൽ ആളുണ്ടായിരുന്നു, പിന്നെ നല്ല രീതിയിൽ വെയിലായതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ നല്ല രീതിയിൽ AC യൂസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ 150 ചിലപ്പോൾ കിട്ടിയേക്കാം എന്നുള്ളൊരു സാഹചര്യം പലപ്പോഴും EVയുടെ കേസിൽ ഉണ്ടാകാറുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈല്, ഇപ്പോൾ നമ്മൾ MC റോഡിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ വണ്ടികളെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പോർട്സ് മോഡൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ റേഞ്ചിനെ അത് അഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു പ്രിക്കോഷൻ എന്ന രീതിയിൽ നമ്മൾ കോട്ടയത്തുള്ള ചാർജ് സ്റ്റേഷൻസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഗോയിസിയുടെ പുതിയൊരു ചാർജ് സ്റ്റേഷൻ കോട്ടയത്ത് ഓപ്പൺ ആയിട്ടുള്ളതായിട്ട് കണ്ടത്. അപ്പോൾ കോട്ടയത്തുള്ള ഗ്രാൻഡ് അംബാസഡർ ഹോട്ടലിലാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ ഓപ്പൺ ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു ചാർജ് സ്റ്റേഷനിൽ റേറ്റ് കാണിച്ചിരിക്കുന്നത് 0+ ടാക്സ് എന്നാണ്. അപ്പം നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു ചാർജ് സ്റ്റേഷനിൽ ചാർജിങ് ഫ്രീ ആയിട്ടാണ് കണ്ടത്. അപ്പം നമ്മൾ മലയാളികൾ ഫ്രീ എന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടായിരിക്കുമല്ലോ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ചാർജ് സ്റ്റേഷനിൽ പോയി ചാർജ് ചെയ്യാവുന്നൊരു പ്ലാനിലാണ് നമ്മൾ ഇവിടുന്ന് പോയത്. നമുക്ക് ഈ പറയുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പിന്നെ ഈ പറയുന്നത് ചാർജ് ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ ചാർജ് ചെയ്യാം, അങ്ങനെ ഒരു പ്ലാനാണ്. പിന്നെ ഫ്രീ ആയതുകൊണ്ട് അവിടെ ചാർജ് ചെയ്യാനും നമുക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരുന്നില്ല. അങ്ങനെ ഒരു പ്ലാനിലാണ് പോയത്. പിന്നെ ആ ഒരു ചാർജ് സ്റ്റേഷൻ ചൂസ് ചെയ്യാനുള്ള മറ്റൊരു കാരണം അവിടെ ഒരു റെസ്റ്റോറൻറ്റും കൂടെ അവൈലബിൾ ആണ്, ഗ്രാൻഡ് തിയേറ്റർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിൻ്റെ എറണാകുളത്തുള്ള റെസ്റ്റോറൻറ്റ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. കുറച്ച് പ്രീമിയം സ്റ്റൈൽ റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫാമിലി ആയിട്ട് പോയതുകൊണ്ട് ആ ഒരു റെസ്റ്റോറൻറ്റ് ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ചാർജ് ചെയ്താലും ഇല്ലെങ്കിലും ആ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിക്കാമെന്നൊരു പ്ലാനിലാണ് പോയിട്ടുള്ളത്. അപ്പം നമ്മൾ ഏകദേശം കോട്ടയം വരെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് 75 കിലോമീറ്റർ അത്രത്തോളം നമ്മൾ ഓടിയിട്ടാണ് കോട്ടയം എത്തിയത്. അപ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയിൽ ഏകദേശം 69% ചാർജ് ആയിരുന്നു ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഉച്ച ടൈമായി, എന്നാൽ ഫുഡ് കഴിച്ചിട്ട് നമ്മളൊരു റിലേറ്റീവിൻ്റെ വീട്ടിലേക്കാണ് പോയത്. അപ്പം ഫുഡ് കഴിച്ചിട്ടൊക്കെ പോകാമെന്നുള്ള പ്ലാൻ നോക്കി. അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഈ പറയണക്ക് കോട്ടയത്തുള്ള ആ ഒരു ചാർജ് അത് ഫ്രീ ആയതുകൊണ്ട് തന്നെ മിക്കവാറും ആ ഒരു ചാർജർ ബിസി ആവാൻ സാധ്യത ഉണ്ടെന്ന് നമുക്ക് അറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ആ ഒരു ചാർജർ ബിസി ആയിരുന്നു. അപ്പം നമ്മൾ ചോദിച്ചെന്നാൽ പിന്നെ റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ചാർജ് ചെയ്യാം. പിന്നെ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫുഡ് കഴിക്കാനുള്ള ടൈമൊക്കെ കുറച്ച് ലേറ്റ് ആവും എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തായാലും ചാർജ് ചെയ്യണ്ട, എന്നാൽ പിന്നെ ആ ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കാന്നുള്ള രീതിയിൽ ഒരു 12:30 സമയമായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ ചെന്നു. അപ്പോൾ അവിടുത്തെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് ഫ്രീ ചാർജിങ് ആണ്. പക്ഷേ ആ ഒരു ചാർജ് സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് അത് ഒരു ഗൺ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഗൺ മാത്രം ഉള്ളപ്പോൾ ഉള്ള അവസ്ഥ നിങ്ങൾക്കറിയാം, വണ്ടി ഇപ്പോൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഏതെങ്കിലും ഒരു വണ്ടി ചാർജ് ചെയ്യാനായിട്ട് വെക്കുകയാണെങ്കിൽ ആ വണ്ടി മാറിയാൽ മാത്രമേ നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ വണ്ടിയിൽ ഏകദേശം 69% ചാർജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാതെ തിരിച്ചു വരാമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നല്ല ക്ലൈമറ്റ് ഒക്കെ ആയതുകൊണ്ട് തന്നെ AC ഒന്നും അത്രത്തോളം യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ആ ഒരു ചാർജ് സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഒരു വണ്ടി ചാർജ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വണ്ടിയിൽ ഏകദേശം 96% ചാർജ് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വിധമുള്ള EV ഓണേഴ്സിനെല്ലാം അറിയാം, ഈ പറയുന്ന കണക്ക് 90 വരെ നമ്മുടെ വണ്ടിയിൽ പെട്ടെന്ന് ചാർജ് കയറും. ഏകദേശം 10% കയറാനായിട്ട് 10 മിനിറ്റിനുള്ളിൽ മതി. പക്ഷേ 90 കഴിഞ്ഞാൽ പിന്നെ നല്ല ടൈം എടുത്തിട്ടായിരിക്കും ആ വണ്ടികളിൽ ചാർജ് കയറുന്നത്. ആ വണ്ടിയിൽ 96% ചാർജ് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇനി 100 ആവാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കുമെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്യുന്നില്ല എന്നൊരു തീരുമാനമാണ് എടുത്തത്. നമ്മളിപ്പം അവരോട് ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു 100% ചാർജ് ചെയ്യാനുള്ള പ്ലാനാണെന്ന്. കാര്യം എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടുവാണല്ലോ, 3% കൂടെ ചാർജ് ചെയ്യാന്നുള്ളൊരു പ്ലാനിലായിരിക്കും അദ്ദേഹം നിന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ ചാർജ് ചെയ്യുന്നില്ല, എന്തായാലും ഈ പറയണക്ക് അകത്ത് കയറി ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിൽ ഇരുന്നപ്പോഴത്തേക്ക് നമ്മൾ വന്നത് കണ്ടിട്ടാണോ എന്ന് അറിയത്തില്ല, അദ്ദേഹം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഒരു 97%. കാര്യം 10 മിനിറ്റ് കൊണ്ട് 1% അത് കഴിഞ്ഞിട്ട് കയറത്തുള്ളൂ. അപ്പം അത്ര നേരം വെയിറ്റ് ചെയ്യേണ്ടെന്നൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം ചിലപ്പം ഈ പറഞ്ഞ അദ്ദേഹം പോയത്. അത് ഈ പറഞ്ഞൊക്കെ നമ്മൾ എല്ലാ EV ഓണേഴ്സിൻ്റെ അടുത്തും ഉള്ളൊരു റിക്വസ്റ്റ് ആയിട്ട് നമുക്ക് പറയാം. ഈ പറഞ്ഞൊക്കെ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ചാർജ് സ്റ്റേഷനിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ വണ്ടി 90 വരെ ചാർജ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാര്യം 90 കഴിഞ്ഞാൽ ഈ പറഞ്ഞൊക്കെ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് നല്ല സമയം എടുക്കും. അപ്പോൾ ചിലപ്പോൾ ഒരാൾ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ നമ്മൾ ഈ പറയുന്ന 90 to 100 ചെയ്യാൻ ചിലപ്പം വീണ്ടും 1 മണിക്കൂറോളം എടുത്തെന്നിരിക്കാം. കാര്യം അത്ര സ്ലോ ആയിട്ടാണ് 90ക്ക് ശേഷം ചാർജ് കയറുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ചാർജിങ് സൈക്കിളിനെ ബേസ് ചെയ്തത് ചേഞ്ച് ചെയ്യാം ആ ഒരു ടൈമിംഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും ചാർജ് ചെയ്യാൻ വെയിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മാറി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. കാര്യം നിങ്ങൾ 10 മിനിറ്റോ 20 മിനിറ്റോ നിന്ന് കഴിഞ്ഞാൽ പോലും കയറുന്നത് നിങ്ങൾക്ക് 1-2% ആയിരിക്കും. അവർക്ക് ആ ഒരു ടൈം കൊണ്ട് ചിലപ്പോൾ ഈ പറഞ്ഞ 20% 30% ചാർജ് കയറ്റി അടുത്തൊരു ചാർജ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പം ഒരു EV സംസ്കാരം നല്ല രീതിയിലുള്ള ആൾക്കാർ ഈ പറഞ്ഞ EV എടുത്തു കഴിഞ്ഞാൽ
ആ ഒരു പരസ്പര സഹായം ഉണ്ടായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ലാസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് നമ്മുടെ വണ്ടി ഒരു 10% ചാർജ് ചെയ്യാനായിട്ട് ഒരു നെക്സോൺ EV ഓണർ അവരുടെ വണ്ടിയുടെ ആ ഒരു ഗണ്ണ് റിമൂവ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റത്തേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആക്ച്വലി ഈ പറഞ്ഞ ബാക്കിയുള്ള ആൾക്കാർക്ക് നമുക്ക് വേറെ ഉപദ്രവമൊന്നുമില്ല, നമ്മുടെ ടൈം വേസ്റ്റ് ആവുന്നില്ല എങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ടൈം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഓർഡർ ചെയ്ത് വെയിറ്റ് ഇരിക്കുന്ന സമയത്ത് ആ ഒരു വണ്ടി മാറ്റിയതുകൊണ്ട് നമ്മൾ പോയിട്ട് നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഏകദേശം 69% നമ്മുടെ വണ്ടി ചാർജ് ചെയ്യാനിട്ടത്. പിന്നെ അതൊരു പ്രീമിയം റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ ഫുഡൊക്കെ വന്ന് കിട്ടി കഴിച്ചിട്ട് വരാനായിട്ട് സമയം എടുക്കുമെന്ന് അറിയായിരുന്നു. പിന്നെ നമുക്ക് എത്ര സമയം എടുക്കുന്നോ അത്ര സമയം മാത്രം നമ്മൾ ചാർജ് ചെയ്യുന്ന ഒരു പ്ലാനിലാണ് പോയത്. കാര്യം നമുക്ക് ആവശ്യത്തിന് ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ ഇനി ആ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഗ്രാൻഡ് ഈറ്ററി എന്നാണ് ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് വരുന്നത്. അപ്പോൾ ഇത് ഇവർക്ക് എറണാകുളത്തും കോട്ടയത്തും ആണ് റെസ്റ്റോറൻറ്റ് ഉള്ളത്. നല്ല പ്രീമിയം റെസ്റ്റോറൻ്റ് ആണ്. അപ്പം ഫാമിലി ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഫിഷ് കറി മീൽസും അതുപോലെ തന്നെ ഈ പറഞ്ഞ ബിരിയാണിയൊക്കെയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ ആ ഫിഷ് കറി മീൽസിന് 200 റുപ്പീസും ബിരിയാണി 240 റുപ്പീസും ആണ് അവർ ചാർജ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചിക്കൻ തവ ഫ്രൈയും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 390 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പ്രീമിയം റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് തന്നെ റേറ്റ് കുറച്ച് പ്രീമിയം ആണ്. കോട്ടയത്ത് നമ്മൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് സ്റ്റേഷൻ തന്നെയാണ് ഈ പറഞ്ഞ നമുക്ക് ഗ്രാൻഡ് അംബാസഡറിലുള്ള ഗോവിസയുടെ ചാർജ് സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കോട്ടയം കുമളി റോഡിലാണ്. നമ്മുടെ കോട്ടയം ജനറൽ ഹോസ്പിറ്റലിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ഒരു ചാർജ് സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തൊരു കാര്യം ഈ പറഞ്ഞത് ഒരു ഗണ്ണ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പം നമ്മൾ വരുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വണ്ടി ചാർജ് ചെയ്യാനായിട്ട് കിടപ്പുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യാന്നുള്ളതല്ലാതെ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ കോട്ടയത്ത് വേറെ ഒരുപാട് ചാർജ് സ്റ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി മെഡിക്കൽ കോളേജ് ആ ഒരു ഏരിയയിലാണ് പോകാൻ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പം ഈ പറഞ്ഞ ഈ ഒരു ചാർജ് സ്റ്റേഷൻ അവൈലബിൾ അല്ല. നമ്മുടെ കയ്യിൽ ചാർജ് ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ അടുത്തൊരു KCB ചാർജ് സ്റ്റേഷൻ ഉണ്ട്. അവിടുത്തെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗണ്ണ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ഒരു ഗണ്ണുള്ള ചാർജ് സ്റ്റേഷൻസ് അത്ര പ്രിഫർ ചെയ്യാറില്ല. കാര്യം ഇപ്പോൾ വണ്ടി ഒരുപാട് ഇറങ്ങിയതുകൊണ്ട് ഒരു ഇതുള്ള ചാർജ് സ്റ്റേഷൻസ് എല്ലാം ബിസി ആകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ 2 ഗണ്ണുള്ള ചാർജ് സ്റ്റേഷനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ നമുക്ക് 150 കിലോമീറ്റർ മാത്രം ഉള്ളതുകൊണ്ട് തന്നെ പോയി വരാൻ പറ്റുമെന്നൊരു വിശ്വാസം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഇവിടെ പോയത്. കോട്ടയം ഗ്രാൻഡ് അംബാസഡറുള്ള ഗ്രാൻഡ് ഈറ്ററി എന്ന് പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ഫുഡാണ് അവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നല്ല സർവീസുമാണ്. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നു കഴിഞ്ഞാൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ട് തന്നെയാണിത്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റ് രാവിലെ 11 മണി മുതൽ രാത്രി 10 മണി വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് ഇവിടെ വരുന്നതെങ്കിൽ ഈ ഒരു ചാർജ് സ്റ്റേഷൻ യൂസ് ചെയ്യാം. പക്ഷേ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആയിരിക്കത്തില്ല. നിങ്ങൾക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ അവിടെ വേറെ 1-2 ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ടൈമിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഏകദേശം അരമണിക്കൂറിലും എടുത്തു നമ്മൾ പറഞ്ഞത് അവർ സെർവ് ചെയ്ത് നമ്മൾ ഫുഡ് കഴിച്ച് വരാനായിട്ട്. ആക്ച്വലി നമ്മൾ ആ ഒരു ചിക്കൻ തവ ഫ്രൈ ഒക്കെ ഓർഡർ ചെയ്തപ്പോൾ അതിനൊരു 15 മിനിറ്റ് ടൈം എടുക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഏകദേശം 30 മിനിറ്റോളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ സ്ക്രീനിൽ കാണിച്ചത് 99% വണ്ടി ചാർജ് കയറിയിട്ടുണ്ടെന്നായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ നോക്കുന്നുണ്ടായിരുന്നു അവിടെ വേറെ ഏതെങ്കിലും EVs വരുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റിയിട്ട് കൊടുക്കാമെന്നൊരു പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ EVs ഒന്നും ചാർജ് ചെയ്യാനായിട്ട് അവിടെ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്നിട്ട് വണ്ടി എടുത്തപ്പോഴത്തേക്ക് വണ്ടിയിൽ ചാർജ് 100% എന്നാണ് കാണിച്ചത്. അപ്പോൾ ഏകദേശം 7 യൂണിറ്റോളം 7.6 യൂണിറ്റോളം നമ്മൾ കൺസ്യൂം ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഒരു ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളിപ്പം നോർമലി ഗോയിച്ചർ ചാർജ് സ്റ്റേഷനിൽ 15 രൂപയൊക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു 110 രൂപയുടെ ചാർജ്, ആ ഒരു ചാർജാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയത്. അപ്പോൾ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ ഈ പറയുന്ന ജൂലൈ 3-ാം തീയതി വരെ ഈ ഒരു ചാർജിങ് ഫ്രീ ആണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു റൂട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് സ്റ്റേഷനാണ്. കാര്യം ഇപ്പം ഫ്രീ ആയിട്ട് ചാർജിങ് കിട്ടും. പിന്നെ ഫ്രീ ആയിട്ട് ചാർജിങ് കിട്ടുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ചാർജർ ബിസി ആകാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരു ഗണ്ണ് മാത്രമേ ഉള്ളൂ. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു ഫ്രീ ചാർജിങ് പീരീഡ് കഴിഞ്ഞാലും നിങ്ങൾ കോട്ടയം വഴി പോവുകയാണെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാർജ് സ്റ്റേഷനാണ്. അപ്പോൾ ഒരു കാര്യം കൂടെ എടുത്ത് പറയാം, നിങ്ങളിപ്പോൾ ആ ഒരു ഏരിയ വരുന്നതിന് തൊട്ട് മുന്നായിട്ട് ഗോയിസിയുടെ ആപ്ലിക്കേഷനിൽ എടുത്ത് നോക്കുക ആ ഒരു ചാർജർ ബിസി ആണോ ഇല്ലെന്നുള്ള കാര്യം. അതിനുശേഷം മാത്രം അങ്ങോട്ട് പോവുക. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോട്ടയം കുമളി റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വേ ആണ്. അപ്പോൾ നമ്മൾ കൊട്ടാരക്കര സൈഡാണ് വന്നത്. അപ്പോൾ കൊട്ടാരക്കര സൈഡിൽ നിന്ന് വരുമ്പോഴത്തേക്ക് കോട്ടയം ടൗണിന് മുന്നേ നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഇട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബൈ റൂട്ട് കയറി ആ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് എത്താനായിട്ട് സാധിക്കും. കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ടൗണിൽ കയറി നല്ല രീതിയിൽ കറങ്ങും. അത് 1 വേ ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞൊക്കെ നമ്മൾ ടൗണിൽ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ ഒരു ചാർജ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾ ഈ പറഞ്ഞൊക്കെ അങ്കമാലി സൈഡിൽ നിന്ന് വരുവാണെങ്കിലും കറക്റ്റ് ചാർജ് സ്റ്റേഷനിൽ വർക്കിംഗ് ആണോ അല്ലെങ്കിൽ ഈ പറഞ്ഞൊക്കെ ചാർജർ ബിസി ആണോ എന്നുള്ള കാര്യം നോക്കിയതിന് ശേഷം മാത്രം അങ്ങോട്ട് പോവുക. അല്ലെങ്കിൽ
ചിലപ്പോൾ നമ്മൾ ആ ഒരു കോട്ടയം റൗണ്ടിൽ കിടന്ന് 1-2 റൗണ്ട് കറങ്ങേണ്ടതായിട്ട് വരും അടുത്ത ചാർജ് സ്റ്റേഷനിൽ പോകാനായിട്ട്. ഇന്നലെ ഈ ഒരു ചാർജ് സ്റ്റേഷന്റെ ഡീറ്റെയിൽ നമ്മുടെ ചാനലിൽ നമ്മൾ ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ പുതുതായിട്ട് ചാർജ് സ്റ്റേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കമ്പനീസ് ഫ്രീ ആയിട്ട് ചാർജിങ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെയുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കോട്ടയത്തുള്ള ഗ്രാൻഡ് അംബാസഡറിൽ ഗോയിസിയുടെ ഈ ഒരു ചാർജ് സ്റ്റേഷനിൽ ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഗ്രാൻഡ് ഈറ്റർ എന്ന് പറഞ്ഞ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഫ്രീ ചാർജിങ് അതുപോലെ തന്നെ EV ചാർജ് സ്റ്റേഷൻസും EV റിലേറ്റഡ് ആയിട്ടുള്ള കൂടുതൽ ടിപ്സുമായിട്ട് നമുക്ക് ഇനിയും കാണാം. EV റിലേറ്റഡ് ആയിട്ടുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം EV ട്രിപ്സ് ആൻഡ് ടിപ്സ്.